വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിബീസ് വ്ലോഗ്. ഇന്നത്തോടുകൂടി നമ്മൾ മൂന്നാം ട്രിപ്പ് മറയൂർ കാന്തല്ലൂർ ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ തീരുന്നതിനോടനുബന്ധിച്ച് നമ്മൾ അടുത്ത് എവിടെ പോകുന്നു? നമ്മൾ ജൂണിൽ വാൽപ്പാറ പോകുന്നു. അല്ലേ ചിക്കു? അതെ. അമൽ ചേട്ടൻ എന്തോ സംസാരിക്കും. പേരൊക്കെ എവിടെ നമ്മൾ ചേട്ടാ? താഴ്ന്നു. മൂന്നാർ പേരൊക്ക. ബാക്കിയുള്ളവരുടെ ചേട്ടൻ കണക്കൊക്കെ സെറ്റ് ചെയ്ത് റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. ഇന്നത്തെ കൂടി നമ്മൾ ട്രിപ്പ് അവസാനിക്കാനല്ലേ. ഇപ്പോൾ അങ്ങനെ രാവിലെ റൂമിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോകണം. പിന്നെ ചെറിയൊരു ഉണ്ട് എല്ലപ്പട്ടിയിൽ ചിലപ്പോൾ നമ്മൾ പോകും, ചിലപ്പം പോകില്ല. സമയത്തിൻ്റെ ഇതുപോലെ ഇരിക്കും അല്ലേ? ചിക്കോട് ചെക്ക് പൈസ വാരി എറിയുന്ന ഫ്രോക്സ് ആരിടാം. കറങ്ങ് ചിക്ക്, വിന്റേജ് ചിക്ക് കറങ്ങ്. ഓക്കെ, ചിക്കൻ ഔട്ട്ഫിറ്റ്, ക്രോക്സ്. ഈ ഇട്ടിരിക്കുന്ന തുണികളെല്ലാം ബെന്നിച്ചേട്ടന്റെ കടയിലുള്ളതാണ്. അപ്പൊ നോട്ട് വിന്റേജ് ഫാഷൻ എല്ലാം ബെന്നിച്ചേട്ടൻ. പപ്പി വിന്റേജ്. അപ്പൊ സ്ലീവ് കാണിച്ചു. ഫുൾ വിന്റേജ്. അങ്ങനെ നമ്മൾ തേയിലപ്പൊടി വാങ്ങാൻ വേണ്ടി ഫാക്ടറിയിൽ എത്തിയിരിക്കുകയാണ്. മാട്ടുപ്പെട്ടി ഫാക്ടറി. നമ്മൾ ടീമിലെ 2 പേര് ഇനി എത്താറുണ്ട്. അവർ 2 പേര് എത്തിയിരിക്കുകയാണ്. പാരഡൈസ് സനിയറല്ലേ, പ്രഡിക്ടറാണ്. തേയില വാങ്ങിച്ചു കഴിഞ്ഞ് അടുത്ത് നമ്മളിനി ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ട് പോവുകയാണ്. ചോക്ലേറ്റ് ഫാക്ടറി ഒത്തിരി പറഞ്ഞതൊക്കെ ഉള്ളൂ, സെറ്റേ ഉള്ളൂ. ഇങ്ങനെയാണ് താമസം. ഇവന്മാർ ക്യാരറ്റൊക്കെ വാങ്ങാൻ പോകുന്നത്. 5-ാം തീയതി കാണാൻ കഴിയുന്ന കാഴ്ച മൂന്നാർ ബ്ലോക്കോട് ബ്ലോക്ക്. ബൈക്ക് മാത്രം ഒരു കഷ്ടപ്പെട്ട് പോകാന്നുള്ളതല്ലാതെ ബ്ലോക്കോട് ബ്ലോക്ക്. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ 3-ാം ട്രിപ്പ് ഏതാനും നിമിഷങ്ങൾക്കകം അവസാനിക്കുകയാണ്. നമ്മൾ പയ്യന്മാരെ പാക്ക് ചെയ്യുന്നു. ക്യാരറ്റ് വാങ്ങിച്ച എവിടെയല്ലേ? ക്യാരറ്റ് ബാഗ് അതുകൊണ്ട് ഇനി ബാക്കി കണ്ണച്ചെണ്ണൊക്കെ കണച്ചെണ്ണ നമ്മൾ പോവേന്ന്. ഇതിൻ്റെ അകത്ത് ആരെങ്കിലുണ്ടോ? അല്ല, ഒരു ബാഗ്. അപ്പോൾ നമ്മൾ മൂന്നാറിൽ നിന്ന് ഇറങ്ങിയാണ്. നമ്മുടെ പാക്കിംഗ് സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി എന്തോ അപവാദന്മാർ പറയും. അയ്യോ സാറേ, എനിക്കറിയില്ല. ഞാൻ അല്ലടാ ചവിട്ടി ചെയ്തപ്പോൾ. പാക്കിംഗ് ബാഗ് വയ്ക്കുന്നു. പക്ഷെ മഴ ഉണ്ടെന്ന് ചെറിയ ഡൗട്ടുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പം എങ്ങനെ സേഫാണ്? സനയുടെ ഒരു പാക്കിംഗ് മണിക്കൊണ്ട് ബാഗ് സെറ്റായി. ഇനി നമ്മളെ വണ്ടിയിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ കെട്ടിക്കൊണ്ടിരിക്കണം. നമ്മളങ്ങനെ മൂന്നാറൊന്നും വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കണം. പക്ഷെ ഇതുവരെ കെട്ടി തീരുന്നില്ല. പാക്കേജ് ബാഗ് തീരുന്നില്ല. പമ്പിക്കാണ്ട നമ്മളെ വണ്ടിയിൽ ഫുൾ പെട്രോൾ. എന്താപ്പൂ നമുക്ക് അമിൽച്ചേണ്ട കാണിച്ചത്. പക്ഷേ ശ്രീകുണ്ടാണ്. സോ ഫണ്ണി. സനുവിൻ്റെ അടുത്തോ? സനു ഇവിടെ സനുവിൻ്റെ കണ്ണാടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിൻ്റെ എന്താണ് സംഭവം എന്നുള്ള വീഡിയോ എല്ലാവരും ഭയങ്കര ശ്രദ്ധയോടെ അത് കാണാൻ. ഇൻഗ്രീഡിയൻസ് വേണം. കൊക്കോ പൗഡർ, കൊക്കോ ബട്ടർ, മിൽക്ക്, ഷുഗർ. ഇത് 4 ഇൻഗ്രീഡിയൻസ്
ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് മിക്സ് ആകും. ഇവിടെ മോൾഡ് വെച്ചിട്ടുണ്ട്. ഈ മോൾഡ് ഡിപ്പെൻഡിങ് ദ ഷേപ്പാണ്. ക്വാണ്ടിറ്റി ഇതിനകത്ത് സെൻസർ മെഷീൻ ഉണ്ട്. താഴെ നോക്കിയിട്ടേ കാണത്തുള്ളൂ. നോക്കിയിട്ട് അല്പം ഇതിലൊക്കെ മാറിക്കൊണ്ടേ. അപ്പോൾ ബാക്കിലുള്ളവർക്ക് കാണാം. ചോക്ലേറ്റ് ആണ്. ഡോർ തുറക്കാതില്ല. അപ്പോൾ ഇത് വരും, അതിന് പാസ് ചെയ്ത് വരും. ഓക്കെ, ചോക്ലേറ്റ് ഇപ്പോൾ റെഡിയായി. ഇവിടെ നമുക്ക് വേണ്ടത് ഇതിന് ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു. ഇതിന്റെ മേളിൽ അല്പിച്ച ബബിൾസ് ഉണ്ട്. അതിവിടെ ഇനി ഒരു വൈബ്രേറ്റിംഗ് മെഷീൻ ഉണ്ട്. അതിലത് ലെവലാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ വൈറ്റ് ചോക്ലേറ്റ് ആണ്. വൈറ്റ് ചോക്ലേറ്റിന് 3 ഇൻഗ്രീഡിയൻസ് ആണ്: മിൽക്ക് പൗഡർ, കൊക്കോ ബട്ടർ, ഷുഗർ. അപ്പോൾ അത് നോർമൽ ഡാർക്ക് ചോക്ലേറ്റ് ആണ്, ഷുഗർ ഉള്ളത്. പിന്നെ ഇത് മിൽക്ക്, പിന്നെ ഇത് വൈറ്റ് ചോക്ലേറ്റ്. ഇത് വൈറ്റ് ചോക്ലേറ്റ്. നോർമൽ ചോക്ലേറ്റ്സ് ഇതാ പറഞ്ഞേ, പ്ലെയിൻ. ഇതിൽ നട്ട്സ് ഉള്ളതുകൊണ്ട് ചോക്ലേറ്റ് എടുക്കണമെന്ന് കാണാം. ചോക്ലേറ്റ് ലാസ്റ്റ് ബില്ലടിക്കുന്നത് മണിക്കൂട്ടാണ് നമുക്ക് സെറ്റ് ഇല്ലല്ലോ. ചിക്കുട വേണം, ചിക്കു വാങ്ങിച്ചില്ലേ? പാപ്പി പാപ്പി വേറെ എന്തെങ്കിലും വേണോ? വേറെ എന്തെങ്കിലും മതിയോ? മഴ കാരണം ഇപ്പൊക്കെ നനഞ്ഞ് അകത്ത് വെള്ളം ഇറങ്ങിയാൽ ചെറിയ ഡൗട്ടുണ്ട്. ചെറിയ ഹെൽമെറ്റൊക്കെ ഇവിടെ വെച്ചിട്ട് ചോക്ലേറ്റൊക്കെ അവിടെ ഇരിക്കുന്നു. നമ്മൾ ചേട്ടാ അതെന്തൊരു ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായി. പിന്നെ നമ്മളിനി അങ്ങോട്ട് പോകാം. ഇതിന് ചെറിയ മഴയേ ഉള്ളൂ, പക്ഷെ പോവാൻ. നമ്മളിപ്പോൾ എവിടെ എത്തിടാ? ഞങ്ങളിപ്പോ പാല കഴിഞ്ഞു. അതെ, ഇനി അടുത്ത് ഇവിടെ നേരെ അടുത്ത് അല്ല, അടുത്ത നേരെ ഒരു പത്തനംതിട്ട റാന്നിയൊക്കെ എത്തുമ്പോഴേ ഈ സ്റ്റോപ്പുള്ളൂ. നീ അങ്ങ് ചെന്ന് അടിക്കാനാണോ പറഞ്ഞത്? എങ്ങോട്ടും അവിടെ നിന്ന് അടിക്കാൻ. നീ അവിടെ വന്ന് അടിക്കാനാണ് നീ പറഞ്ഞത്. ഒത്തിരി വെള്ളം കുടിച്ചോട്ടെ. പാലം എത്തിയിട്ടുണ്ട്. അപ്പൊ അടുത്ത് നമ്മൾ എവിടെ വണ്ടി നിർത്തുമെന്ന് ശ്രീകുണ്ടോട് ചോദിച്ചു നോക്കാം. നമ്മൾ ഇനി അടുത്ത് എവിടെ ആയിരിക്കും വണ്ടി നിർത്തുന്നത്? 100 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ച്. 100 കിലോമീറ്റർ. ആരൊക്കെ ഉണ്ട് ശ്രീകുണ്ടോടെ കട്ടയ്ക്ക്? എല്ലാരും. അമൽ ചേട്ടൻ എന്തിനാ സനു എങ്ങനെയാണ് ശ്രീകുണ്ടോടെ ബാക്കി ഇരുന്നിട്ട് എങ്ങനെയാണ്? അത് ബാക്കി ഇരിക്കുന്നവൻ അനാവശ്യമായി തടവരും, അതുകൊണ്ട് വണ്ടി ഓട്ടിക്കാൻ പറ്റില്ല. ഇവൻ ബാക്കി ഇരിക്കുമ്പോ നിനക്ക് എന്താ സനു തോന്നണ? എന്തൊക്കെയോ സാധനങ്ങൾ തട്ടണം. അത് കുപ്പിയടാ, കുപ്പി. നമ്മളോട് ഇൻട്രോവേർട്ട് മണിക്കുട്ടൻ. മണിക്കുട്ടൻ സീനാണ്. മണിക്കുട്ടൻ ഉണ്ടല്ലോ, ഒറ്റയ്ക്കുണ്ടല്ലോ അടാ. പാപ്പിനെ വണ്ടി ഓടിക്കും, എന്നിട്ട് ബാക്കിൽ ഇരുന്ന് പാട്ടും കേട്ട് ആരെങ്കിലും വിളിച്ച് ബ്ലൂടൂത്ത് വെച്ച് സംസാരിച്ചിരിക്കും. പാപ്പി ഒറ്റയ്ക്ക് ഓടാ. അമ്മ ചേട്ടങ്ങി വാ. മണിക്കൂട്ടൻ ബാക്കിൽ ഇരുന്നിട്ട് എന്താണ് പരിപാടി? വളവ് പറയേണ്ടത് വളയ്ക്കാനും പറയും, കേട്ടാ. വളവ് പറയേണ്ടത് വളയ്ക്കാനും പറയും, നിർത്താനും പറയും. ഇത് രണ്ടും അല്ലാതെ മണിക്കൂട്ടൻ വേറെ എന്തെങ്കിലും സംസാരമുണ്ട്? വഴി ആരെയോ റോങ് സൈഡ് കയറി വരുമെങ്കിൽ ചീത്ത വിളിക്കും, തള്ളക്ക് വിളിക്കും. ചിക്കു എങ്ങനെയാണ് ചേട്ടാ? ഒന്നും മിണ്ടൂല, ചിന്തൊക്കെ മുറിഞ്ഞ് സംസാരിക്കാനും പറ്റില്ല. നമ്മൾ മാത്രമേ സംസാരിക്കുള്ളൂ. നമ്മൾ പറഞ്ഞു കഴിക്കുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ചിക്കൻ എവിടെ? എന്താ ചിക്കൻ ഓർഡർ ചെയ്ത്? എന്താ? പൊറോട്ട. അമൽ ചേട്ടാ എന്താ? ദോശ. നമ്മൾ കറി പറഞ്ഞിട്ടുണ്ട്, കറിയൊക്കെ ഇപ്പോൾ വരും. ഓക്കെ ബൈ, കഴിച്ചിട്ട് കാണാം അല്ലേ? അപ്പം അതെ, ഫുഡ് കഴിച്ചിരിക്കുന്നു. എണീക്കാൻ വേണ്ടി ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ 98 കിലോമീറ്റർ ഉണ്ട്. ഇത് നമ്മൾ ഒറ്റ സ്ട്രെച്ചിന് ഓട്ടിച്ച് രാത്രി 1 മണിയായി. നമ്മുടെ ടീമിലെ 2 പേര് വരാറുണ്ട്. അപ്പോൾ അതിനുള്ള വെയിറ്റിംഗ് ആണ്. കണ്ണച്ചാനും ചിക്കു. നമ്മൾ എവിടെ നിന്നും തുടങ്ങി അവിടെ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.